ഹായ്, എല്ലാവർക്കും അനൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ലഞ്ചിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ഇതെൻ്റെ അമ്മ തയ്യാറാക്കുന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു ടൊമാറ്റോ റൈസ് അല്ലെങ്കിൽ ഫ്രൈഡ് റൈസ് ആണ്. അതിൻ്റെ കൂടെ നല്ലൊരു റൈത്തയും ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനൊരു 3 കപ്പ് ബാസ്മതി അരി നന്നായിട്ട് കഴുകിയിട്ട് ഒരു 15 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 5 ലിറ്ററിൻ്റെ കുക്കർ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് 2 ടീസ്പൂൺ നെയ്യ് ഒഴിക്കുവാണ്. ഇനി ഇതിലേക്കൊരു 1 അല്ലെങ്കിൽ 1.5 ടീസ്പൂൺ എണ്ണയും കൂടി ഒഴിക്കാം. ഏതെണ്ണയായാലും മതി. എണ്ണ ചൂടാകുമ്പോൾ ഒരു ചെറിയ കഷ്ണം പട്ട, 3-4 ഏലക്ക, 5-6 ഗ്രാമ്പു ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവോള നീളത്തിന് കനം കുറച്ച് അരിഞ്ഞത് ചേർക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. പച്ചമുളക് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം. സവോള നന്നായിട്ടൊന്ന് വാടി വന്നാൽ മതി. പിന്നെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ച ചുവയൊക്കെ ഒന്ന് മാറുകയും വേണം. സവോളയുടെ നിറം ഒന്നും മാറേണ്ട ആവശ്യമില്ല, നന്നായിട്ട് വാടിയാൽ മതി. ഇപ്പോൾ സവോള നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഞാൻ തക്കാളി ചേർക്കുവാണ്. 2 മീഡിയം സൈസിലുള്ള തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ. ചെറുതാണെങ്കിൽ, ചെറിയ തക്കാളി ആണെങ്കിൽ 3 എണ്ണമൊക്കെ എടുക്കണം. പിന്നെ നല്ല പഴുത്ത തക്കാളിയാണ് ഇതിന് നല്ലത്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് സോഫ്റ്റ് ആവേണ്ട ആവശ്യമൊന്നുമില്ല, കുക്കറിൽ വേവിക്കുമ്പം ആവശ്യത്തിന് വെന്തോളും. ഇനി ഇതിനകത്തോട്ട് ഒരു ഉരുളക്കിഴങ്ങും കൂടി ചേർക്കുവാണ്. ഇതിപ്പോൾ ഒരു വലിയ ഉരുളക്കിഴങ്ങ് ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുത്താണ്. ഉരുളക്കിഴങ്ങൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ എത്രയാണെന്ന് വെച്ചാൽ ചേർക്കാം കേട്ടോ. കറക്റ്റ് അളവ് തന്നെ വേണം എന്നൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ക്യാരറ്റും ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം. പിന്നെ വേറെ വെജിറ്റബിൾസ് ഒന്നും ഞങ്ങളങ്ങനെ ഇതിനകത്ത് ചേർക്കാറില്ല കേട്ടോ. ബീൻസോ ഗ്രീൻ പീസോ അങ്ങനെ ഒന്നും ചേർത്തിട്ടില്ല. ക്യാരറ്റും ഉരുളക്കിഴങ്ങ് മാത്രമേ സാധാരണയായിട്ട് ചേർക്കാറുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. വേറെ മസാലപ്പൊടികളൊന്നും ചേർക്കണ്ട, മഞ്ഞൾപ്പൊടി മാത്രമേ ചേർക്കുള്ളൂ. നമ്മൾ ആദ്യം ചേർത്ത മസാലകളുണ്ടല്ലോ, പട്ട ഗ്രാമ്പു ഏലക്ക, അതിൻ്റെ ചെറിയൊരു മൈൽഡായിട്ടുള്ളൊരു ഫ്ലേവർ മാത്രമാണ് ഈ ചോറിനുള്ളത്. അപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ആദ്യം കുതിർത്ത് വെച്ച ബാസ്മതി അരി ഇട്ട് കൊടുക്കാം. അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് ഊറ്റിക്കളഞ്ഞിട്ട് ഇടണം. എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തു. ഇനി ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കണം. നമ്മൾ 3 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് 3.5 കപ്പ് വെള്ളം വേണം. എത്ര അരി എടുക്കുന്നോ അതിനേക്കാളും 1/2 കപ്പ് കൂടുതൽ വെള്ളം എടുത്താൽ മതി. കുക്കറിൽ വേവിക്കുന്നതായതുകൊണ്ട് അത്ര വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ഞാനിതിനകത്ത് 3.5 കപ്പ് വെള്ളം ഒഴിക്കുവാണ്. ചൂടുവെള്ളമല്ല, സാധാ വെള്ളമാണ് ഒഴിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ വെള്ളത്തിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാൽ ഉപയോഗിക്കാം, കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. നിങ്ങൾ ഏത് കപ്പിലാണോ അരി അളന്നെടുത്തത് അതേ കപ്പിൽ തന്നെ വെള്ളം അളന്നെടുക്കണം കേട്ടോ, എന്നാലേ ആ കറക്റ്റ് അളവിൽ കിട്ടത്തുള്ളൂ. ഇതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിനകത്ത് മല്ലിയിലയും പുതിനയിലയും ഒന്നും ചേർക്കില്ല, കറിവേപ്പില അങ്ങനെ ഒന്നും തന്നെ ചേർക്കാറില്ല. അപ്പോൾ ഇത് നമുക്കിനി അടച്ചു വെച്ച് വേവിക്കാം. ഞാൻ കുക്കർ അടയ്ക്കുവാണ്. ഇപ്പോൾ ഞാൻ ഇതിനകത്ത് വെയിറ്റ് ഇട്ടിട്ടില്ല, മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇതിനകത്തുനിന്ന് ആവി വന്ന് തുടങ്ങിയതിന് ശേഷം വെയിറ്റ് ഇട്ടാൽ മതി. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ആദ്യം വെച്ചിട്ട് ആവി വന്നതിന് ശേഷം വെയിറ്റ് ഇടാം. ഇപ്പോൾ ഇതിനകത്തുനിന്ന് ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി വെയിറ്റ് ഇടാം. ഇനി മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് 8 മിനിറ്റ് അല്ലെങ്കിൽ ആദ്യത്തെ വിസിൽ വരെയാണ് വേവിക്കേണ്ടത്. അതായത് 8 മിനിറ്റിനുള്ളിൽ ഒരു 6-7 മിനിറ്റൊക്കെ ആകുമ്പോൾ വിസിൽ വരുവാണെങ്കിൽ അപ്പം തന്നെ തീ ഓഫ് ചെയ്യുക. അതല്ലെങ്കിൽ കറക്റ്റ് 8 മിനിറ്റ് ആകുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യണം. കുക്കറിൽ ഇങ്ങനെ റൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ അളവും അതുപോലെ കുക്ക് ചെയ്യുന്ന സമയവും ഇത് രണ്ടും കറക്റ്റ് ആയിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ ചോറ് കുഴഞ്ഞു പോകും. അപ്പോൾ നമ്മളിത് വെച്ചിട്ട് ഇപ്പോൾ കറക്റ്റ് 8 മിനിറ്റ് ആയി. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു. ഇതിനകത്തൊന്നും വിസിൽ വന്നില്ല. അപ്പോൾ കറക്റ്റ് 8 മിനിറ്റ് ആയപ്പോൾ തന്നെ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു. ഇനി ഇതിപ്പോൾ തുറക്കരുത്, ഇതിൻ്റെ പ്രഷർ ഫുള്ള് പോയതിന് ശേഷം മാത്രം തുറന്നാൽ മതി, എന്നാലേ ചോറിൻ്റെ വേവ് കറക്റ്റ് ആയിരിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് പ്രഷർ പോകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്കൊരു റൈത്ത ഉണ്ടാക്കാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു റൈത്തയാണ്. ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഒരു ചെറിയ സവോളയുടെ പകുതി ചേർക്കാം. അതിൻ്റെ കൂടെ ഒരു ചെറിയ തക്കാളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഇതിനൊന്നും കറക്റ്റ് അളവില്ല കേട്ടോ, തക്കാളിയും സവോളയൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ കൂടുതലോ കുറവോ ഒക്കെ ചേർക്കാം. ഇനി ഇതിൻ്റെ കൂടെ ഒരു പച്ചമുളക് ഇടാം, ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ടു. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. മല്ലിയിലയ്ക്ക് പകരം പുതിനയില ചേർത്താലും നല്ലതാണ് കേട്ടോ.
ഇത്രയും മതി, ഒത്തിരി കൂടുതൽ വേണ്ട, ചെറിയൊരു പിടി. ഇനി ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരുപാട് അരയരുത്, ചെറുതായിട്ടൊന്ന് പൾസ് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടോ, ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൽ ഒരു ടീസ്പൂൺ വിനീഗറും കൂടി ഒഴിക്കുവാണ്. ഇത് നിർബന്ധമില്ല, വിനീഗർ ചേർക്കുമ്പോൾ റൈത്തയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. വിനീഗർ ഇല്ലെങ്കിൽ നിങ്ങൾ ഇതിന് പകരം നാരങ്ങാ നീരൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ, അത് ഒഴിവാക്കിയാൽ മതി. ബാക്കിയുള്ള സാധനങ്ങൾ മാത്രം ചേർക്കാം. ഇനി ഇതിനകത്തോട്ട് തൈര് ചേർക്കാം. 3/4 കപ്പ് മുതൽ 1 കപ്പ് വരെ തൈര് ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള റൈത്ത റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് പപ്പടം കൂടി ഫ്രൈ ചെയ്തെടുത്താൽ ഫ്രൈഡ് റൈസിനുള്ള സൈഡ് ഡിഷസ് എല്ലാം റെഡിയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രഷർ ഫുള്ള് പോയിട്ടുണ്ട്. നമുക്കിനി ഇത് തുറന്ന് നോക്കാം. കണ്ടോ, കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ചോറിൻ്റെ വേവൊക്കെ കറക്റ്റാണ് കേട്ടോ. എൻ്റെ മുകളിൽ ഞാൻ പതുക്കെ ഒന്ന് ഇളക്കി കാണിക്കാം. ഇപ്പോൾ ഞാൻ ഫുള്ള് ഇളക്കത്തില്ല, കാരണം നല്ല ചൂടായതുകൊണ്ട് ആ ചൂടോടുകൂടി ഇളക്കി കഴിഞ്ഞാൽ കുഴഞ്ഞു പോകും. അപ്പോൾ ജസ്റ്റ് ഞാൻ കാണിക്കാൻ വേണ്ടി മുകളിലൊന്ന് ഇളക്കി എടുത്തിട്ടേ ഉള്ളൂ. ഇതിൻ്റെ ആവി ഇപ്പോൾ നല്ല ആവി പറക്കുന്ന ചൂടാണ്. അപ്പോൾ അതൊന്ന് മാറിയതിന് ശേഷം പതുക്കെ ഇളക്കി എടുത്താൽ മതി. കാരണം നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ ചേർത്തിരിക്കുന്ന കാരണം ചൂടോടുകൂടി ഇളക്കി കഴിഞ്ഞാൽ എല്ലാം കൂടി കുഴഞ്ഞു പോകും. പിന്നെ ഇത് ഈ റൈത്തയും പപ്പടവും അല്ലാതെ ഏത് കറി കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് കേട്ടോ. സമയമുള്ളപ്പോഴാണെങ്കിൽ ഞങ്ങൾ സാധാരണ സോയാ ചങ്ക്സിൻ്റെ കറിയോ റോസ്റ്റ് ചെയ്തതോ അല്ലെങ്കിൽ പനീർ കറിയോ ഒക്കെ ഉണ്ടാക്കാറുണ്ട്. പിന്നെ നോൺ വെജ് ആണെങ്കിൽ ചിക്കൻ കറിയൊക്കെ കൂട്ടി കഴിക്കാനും നല്ലതാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ ഇനി നമുക്ക് ലഞ്ച് സെർവ് ചെയ്യാം. അപ്പോൾ എത്ര പെട്ടെന്നാണ് നമ്മൾ നല്ലൊരു ലഞ്ച് ഉണ്ടാക്കിയതല്ലേ. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്യണേ. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു റെസിപ്പിയായിട്ട് കാണാം. ബൈ.